എല്ലാവർക്കും പ്രാന്തന്റെ 1 മിനിറ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ തലവൻ എന്ന ആസിഫ് അലി ബിജു മേനോൻ ചിത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു ജിസ്റ്റോയ് ചിത്രം എന്ന് പറയാൻ പോകുന്നു. കാരണം അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹം കൃത്യമായി തെളിച്ചിട്ടുണ്ട്. കാരണം ഈ ചിത്രം വെൽ എക്സിക്യൂട്ടഡ് സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആളുകളെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അത് ആ ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് രണ്ടുപേരും അഴിഞ്ഞാടിയ ഒരു ചിത്രം. ബിജു മേനോൻ എന്ന ആർട്ടിസ്റ്റ് തൻ്റെ ഭാഗം വളരെ കൃത്യമായി ചെയ്തു വന്നപ്പോൾ ആസിഫ് അലി എന്ന ആർട്ടിസ്റ്റ് ചെയ്തത് നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രമേൽ സുന്ദരമായിരുന്നു, അതിൽ അത്രമേൽ എൻഗേജിങ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും അദ്ദേഹം തുടങ്ങുന്ന ഒരു സട്ടിലായിട്ടുള്ള ന്യൂവാൻസുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം നസീറിൻ്റെ ഒക്കെ വീട്ടിലെടുത്ത് ഒരു സീൻ എടുക്കുമ്പോൾ ജസ്റ്റ് താടി ചൊറിയുന്നൊക്കെ സീനുണ്ട്. അതിൽ നിന്നൊക്കെ ആ മാനറിസം കൃത്യമായി പഠിച്ച അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇറങ്ങിയ ഒരു ആസിഫ് അലിയെ നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആസിഫ് അലി എന്ന ആർട്ടിസ്റ്റിന് ഇനിയും ഒരുപാട് ഇവിടെ ചെയ്യാനുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. സിനിമയിൽ ഫീമെയിൽ ലീഡായി വന്ന മിയെ മനസ്രിയും തൻ്റെ വേഷങ്ങൾ വളരെ കൃത്യമായി ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ജാഫർ ഇടുക്കി എന്ന ആർട്ടിസ്റ്റ്. കുറച്ച് നാളുകളായി നമുക്ക് മിസ്സായിരുന്ന ഒരു ജാഫർ ഇടുക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈ സിനിമയിൽ അത്ര സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം വന്ന അദ്ദേഹത്തിൻ്റെ സിംഗിൾ തല രാവണൻ എന്ന കഥ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈറ്റ് ഹാർഡർ ആക്കാൻ അവിടെ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ട് ആ ക്യാരക്ടറിന് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ അല്ലെങ്കിൽ അടുത്തൊരു പാട്ടിലേക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ ഇട്ടേക്കുന്നുണ്ട്. ഈ ഒരു സിനിമ കണ്ടിരിക്കവേ എനിക്കൊരു ലൂപ്പ് ഹോളായി തോന്നിയ 1-2 കാര്യങ്ങളാണ്. അതിലൊന്നാമത് വരുന്നത് ഒരു പെൺകുട്ടിയുടെ റോളാണ്. എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമതുള്ളത് ഒരു കേബിൾ TV ഓപ്പറേറ്ററിൻ്റെ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അത് എന്തിന്. ഇതെല്ലാം സെക്കൻഡ് പാർട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താമെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അതിലുണ്ടാക്കിയ ഒരു ഓളമുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് എവിടെയോ മിസ്സായതുപോലെ തോന്നി. എന്നിരുന്നാൽ പോലും വളരെ എൻഗേജിംഗ് ആയി പിടിച്ചു നിർത്താൻ ഡയറക്ടർക്കും റൈറ്റർക്കും സാധിച്ചിട്ടുണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആനന്ദ് തേവർക്കാട്, ശരത് പെരുമ്പാവൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. DOP കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധനാണ്. ചിത്രത്തിന് മ്യൂസിക് ആൻഡ് BGM കൈകാര്യം ചെയ്തിരിക്കുന്ന ദീപക് ദേവാണ്. ഈ ആഴ്ച നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് തലവൻ. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ചിത്രമായി വീണ്ടും കാണാം.